കട്ടപ്പനയിലെ കെ.എസ്.ഇ.ബി. ഉദ്യോഗസ്ഥർ വ്യക്തിവൈരാഗ്യം തീർക്കുന്നുവെന്ന പരാതി. കഴിഞ്ഞ ദിവസം കെ.എസ്.ഇ.ബിയുടെ നിരുത്തരവാദിത്തത്തിനെതിരെ ശബ്ദമുയർത്തിയതിന് പകവീട്ടിലായി സ്വകാര്യ സ്ഥാപനത്തിന്റെ വൈദ്യുത മീറ്ററിൽ നിന്നും വയറുകൾ വിച്ഛേദിച്ചെന്നാണ് പരാതി. കെ.പി.സി.സി സെക്രട്ടറി തോമസ് രാജിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിന്റെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത്. കട്ടപ്പന പോലീസ് സ്റ്റേഷന് എതിർവശത്തായി അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി ലൈനുകൾക്ക് മുകളിലായി നിൽക്കുന്ന മരങ്ങൾ വെട്ടാൻ കെ.എസ്.ഇ.ബി. അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച കെ.പി.സി.സി സെക്രട്ടറി തോമസ് രാജൻ രംഗത്തെത്തിയിരുന്നു. നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെ മാധ്യമങ്ങൾ വഴി ശബ്ദമുയർത്തി. തുടർന്ന് മരം വെട്ടി നിൽക്കാൻ നടപടി ഉണ്ടാവുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് തോമസ് രാജിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാവൽ സേവനങ്ങൾ നൽകുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ മീറ്ററുകൾക്കുള്ളിൽ നിന്ന് വയറുകൾ വിച്ഛേദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഇത് കെ.എസ്.ഇ.ബിയുടെ നിരുത്തരവാദിത്തത്തിനെതിരെ ശബ്ദമുയർത്തിയതിന് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന പകപോക്കൽ നടപടിയാണെന്ന് തോമസ് രാജൻ ആരോപിക്കുന്നു. മീറ്ററിൽ കറണ്ടുണ്ട്, ഓഫീസിലേക്ക് കറണ്ട് വരുന്നില്ല. അപ്പോൾ ഫ്യൂസിലേക്ക് കറണ്ട് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് വെച്ച് പരിശോധിച്ചപ്പോൾ ഫ്യൂസിൽ കറണ്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതൽ പരിശോധിക്കുമ്പോഴാണ് മീറ്റർ അകത്ത് വെച്ച് തന്നെ മീറ്ററിൻ്റെ അകത്ത് വെച്ച് തന്നെ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നിരുത്തരവാദപരമായ നിലപാടുകൾക്കെതിരെ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ കിട്ടിയ അവസരത്തിൽ ഒരു വലിയ പകവീട്ടൽ പോലെ വളരെ കാരണം ഒരിക്കൽ പോലും ഇലക്ട്രിസിറ്റി ബോർഡ് ബില്ലടയ്ക്കുന്നതിൻ്റെ പേരിൽ അടയ്ക്കാതെ വന്നാൽ അവർ വന്ന് പറയും പൈസ അടപ്പിക്കും, ഇല്ലെങ്കിൽ ഫീസ് ഊരി വെക്കും. ഫീസ് ഊരി വെച്ചിട്ടും പൈസ അടയ്ക്കാതെ വരുന്ന ആളുകളുടേത് മാത്രമാണ് പിന്നീട് മീറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ലൈനിൽ നിന്നോ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകേണ്ട കാര്യം ഇന്നുവരെ ഞാൻ ഏതാണ്ട് 10-30 കൊല്ലക്കാലമായി സ്ഥാപനം കട്ടപ്പനയിൽ നടത്തി ഒരു പൊതുസ്ഥാപനം കട്ടപ്പനയിൽ നടത്തി വരുന്ന ഒരാളാണ്. ഇന്നുവരെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഇലക്ട്രിസിറ്റി ബോർഡിലെ ആളുകൾക്കുണ്ടായിട്ടുള്ള ഒരു പകവീട്ടൽ, ഒരു വിരോധത്തിലുള്ള പകവീട്ടലായിട്ട് തീയിട്ടുള്ളത്. നിലവിൽ വൈദ്യുതി ബില്ല് അടയ്ക്കേണ്ട തീയതി കഴിഞ്ഞിരുന്നു. തുടർന്ന് ബില്ല് ഓൺലൈൻ മുഖാന്തരം അടയ്ക്കുകയും ചെയ്തു. എന്നാൽ വൈദ്യുതി ബിൽ കുടിശ്ശികയുണ്ടെങ്കിലും ഫ്യൂസ് ഊരി മാറ്റുക മാത്രമാണ് കെ.എസ്.ഇ.ബിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി. എന്നാൽ അതിന് വിപരീതമായി മീറ്റർ ബോക്സ് ഊരി അതിനുള്ളിൽ നിന്ന് വയർ വിച്ഛേദിച്ചത് പ്രതിഷേധകരമാണെന്ന് തോമസ് രാജൻ പറയുന്നു. വിഷയം കെ.എസ്.ഇ.ബി. ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും സ്വീകാര്യമല്ലാത്ത മറുപടി മാത്രമാണ് നൽകിയതെന്നും പകപോക്കൽ നടപടിക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും തോമസ് രാജൻ പറഞ്ഞു.